ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചില ഹോട്ടലുകൾ കൊണ്ട് ആൾക്കാരെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ 10-45 പേര് അവിടുന്ന് കഴിക്കുന്ന ഡ്രൈവർക്ക് ഭക്ഷണം ഫ്രീ ആയിരിക്കും. അറിയാലോ, നമ്മുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ട്രാവലർ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. അവർക്ക് ചില ഹോട്ടലുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു 15 പേരൊക്കെ കഴിച്ചിട്ട് മുമ്പ് ഇയാൾ ഡ്രൈവറാന്ന് പറയുമ്പോൾ അയാളോട് പൊക്കോളം അയാളാണല്ലോ ഈ 15 പേർക്ക് കച്ചവടം ഉണ്ടാക്കി തന്നെ. അപ്പോൾ അങ്ങനെ ഈ കുറ്റിപ്പുറം ഭാഗത്ത് തന്നെ എത്തുന്നതിന് മുമ്പ് വലതുവശത്തുള്ളൊരു ഹോട്ടലിൽ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്ഥിരം ഫ്രീ ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ കൊണ്ട് നിർത്തും, ഞങ്ങളൊക്കെ കഴിക്കും. പുള്ളിക്ക് ഫ്രീ ആയിട്ട് കുറച്ചൊരു മീൻ വറുത്തമൊക്കെ എക്സ്ട്രാ കിട്ടും പുള്ളിക്ക്. അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മീൻ വറുത്തമൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേറൊരു ഡ്രൈവർ വന്നു, നല്ല ഒന്നാന്തരൊരു തീറ്റക്കാരൻ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജർ, ഞാൻ കാശ് കൊടുക്കാൻ പോയപ്പം ഈ ഹോട്ടലിലെ വെയിറ്റർ എന്നോട് പറയാ, നിങ്ങൾ 12 പേരും വേണേൽ ഫ്രീ ആയിട്ട് പോക്കോ, ഇയാൾ തിന്നതിൻ്റെ കാശ് മാത്രം തന്നാൽ മതി. ഒരിക്കൽ ഒരു വലിയ ഫ്ലൈറ്റ് പറഞ്ഞാൽ കൊടും ഫ്ലൈറ്റ്. അപ്പോൾ അതിലിങ്ങനെ 3 പേരായിട്ട് ഇരിക്കുന്നു. ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഒരു സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിലോട്ട് ഇൻ്റർകോം വിളിക്കാം. ഈ സീറ്റിൻ്റെ പിടി എടുത്തിട്ട് ആ സീറ്റ് നമ്പർ അടിച്ചാൽ അവിടെ കോൾ ചെല്ലും. അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ്. അങ്ങനത്തെ ഫ്ലൈറ്റ് കഴിയുമ്പോൾ ഫ്ലൈറ്റിൽ കുറച്ച് കഴിയുമ്പം മദ്യമൊക്കെ വരുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പക്രുച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ബാക്കിലായിട്ട് വേറൊരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ മദ്യം വന്നു തുടങ്ങി, ഞാൻ അവിടെ വന്നിരുന്നിട്ട് പക്രുച്ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരുത്തുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താണ്? എൻ്റെ ഇടതും വലതും 2 സ്ത്രീകളാണ്, ഞാൻ ആ സ്ത്രീകളുടെ നടുക്കിരുന്ന് മദ്യപിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് പക്രുച്ചേട്ടൻ മദ്യപിക്കില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടിരുത്താം എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇത് നടത്തി. പക്രുച്ചേട്ടൻ ആ സ്ത്രീകളുടെ നടുക്ക് പോയിരുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങളൊരു 2-3 അടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും എനിക്കൊരു ഫോൺ വന്നു. എടുത്തപ്പോൾ പക്രുച്ചേട്ടനാ, എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരണം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്താ ഏട്ടാ? ഞാൻ ചെന്നപ്പോഴേ ഈ 2 പെണ്ണുങ്ങളും കൂടെ അടിച്ച് പഴുത്തിട്ട് പക്രുച്ചേട്ടനെ എന്നൊക്കെ ചോദിച്ചിട്ട് 2 മദാമ്മമാരും കൂടെ കണ്ണട വെച്ച് ഇങ്ങനെ ഇരുന്ന മദാമ്മമാരെ പഴുത്തിട്ട്. അത് മാത്രല്ല 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ 4K കുത്തി തിന്നേനെ. ടച്ചിങ്സ് ഇല്ലാഞ്ഞിട്ട് ഒരാളെന്നെ കൊതിയോടെ നോക്കുന്നു. കൊതിയോടെ മദാമ്മ കണ്ണട വെച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പഴുത്തിട്ട് ഞാൻ എടുക്കാൻ പോയപ്പോ നോ 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 വീട്ടിൽ ഈ മുത്തിനെ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞിരുത്തിക്കൊണ്ടിരിക്കുക. ഷിയാസുക്ക നമ്മളെ വിട്ടുപോയി. ഷിയാസുക്ക ചില സമയത്ത് വലിയ സോഷ്യലിസം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുമ്പം ഞങ്ങളൊരു ട്രൂപ്പിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുകയാണ്. റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്നു, എല്ലാവരുടെയും ചോറിൻ്റെ പൊതി തുറന്നു. ഷിയാസുക്കയുടെ പൊതിയിൽ മാത്രം വലിയൊരു കരിമീൻ വറുത്തത്, ബാക്കി 8 പേർക്കും ഇല്ല. ഷിയാസുക്ക സ്വാഭാവികമായിട്ട് തുറക്കുകയും ചെയ്തു. ഞങ്ങൾ 8 പേരും ഇതില്ലാത്ത കാണുകയും പുള്ളിക്ക് മാത്രം ഇത് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് അടുത്തടുത്ത് ഇരിക്കുകയും ചെയ്തപ്പോൾ ഷിയാസുക്ക കൊണ്ടുവന്ന ഞങ്ങളുടെ സംഘാടകനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഇത് തരേണ്ട ആവശ്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒരു കരിമീൻ വറുത്തത് നിങ്ങൾ തരാൻ പാടില്ലായിരുന്നു. അത് ഇനിയിപ്പോൾ മാറ്റിയിരുത്തി തന്നാൽ എന്നൊക്കെ ചിലവ് പറയും. ഞാൻ അതിനോടും യോജിക്കുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് വന്ന് വേറൊരിടത്ത് ഇരുന്നിട്ട് വേറൊരു വറുത്ത മീൻ എക്സ്ട്രാ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല, ഞാൻ അതുകൊണ്ട് ഇത് കഴിക്കില്ല, എനിക്ക് ഈ മീൻ വറുത്ത വേണ്ട, ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി, സന്തോഷം തോന്നി. ഞങ്ങളെല്ലാം കഴിച്ച് തുടങ്ങലും പ്രദീപ് ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് കോഴിക്കോടിൽ. അവൻ ഷിയാസുക്ക കഴിഞ്ഞു, ഷിയാസുക്ക നിങ്ങൾ ആ മീൻ കഴിക്കുന്നില്ലേ? ഷിയാസ് ഇല്ല ഞാൻ കഴിക്കുന്നില്ല, എന്നാൽ ഞാനെടുത്തോട്ടെ എന്ന്. അതാണ് അമറക് ബ്രാൻഡിന് മീൻ തിന്നിട്ട് ഷെയർ ചെയ്യുന്നൊരു സീൻ വന്നിട്ടില്ല. ഈ മീൻ വറുത്ത ഞാൻ എടുത്തിട്ട് അത് ഈ സംഭവമാണ്.